ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കുടുംബം രംഗത്ത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ മനം നൊന്താണ് ശ്രീജ ജീവനൊടുക്കിയതെന്ന് ഭർത്താവ് പറഞ്ഞു. പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. ആതിര ചേരുകയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി. ആതിര, ഈ ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പഞ്ചായത്ത് പ്രസിഡന്റിന് നേർക്ക് ആരോപണവുമായി ഏത് സാഹചര്യത്തിലാണ് കുടുംബം രംഗത്ത് എത്തിയത്? സ്വപ്ന, ഈ രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിൽ ആര്യനാട് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീജയുടെ ആത്മഹത്യ സംബന്ധിച്ച വാർത്ത പുറത്തുവരുന്നത്. ഈ ആസിഡ് കുടിച്ച്, ഈ റബ്ബർ ഷീറ്റിനും മറ്റുമായി ഉപയോഗിക്കുന്ന ആസിഡ് കുടിച്ചാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം അവരെ ഈ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഈ സാമ്പത്തികമായി ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. പക്ഷേ അതേസമയം ഇപ്പോൾ നിലവിൽ ഈ ശ്രീജയുടെ കുടുംബം ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് CPM വലിയ രീതിയിൽ ഇവർക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ CPM പ്രവർത്തകർ നടത്തിയിരുന്നു. ഈ ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രതിഷേധമൊക്കെ ഇവിടെ നടത്തിയിരുന്നു. ഏതായാലും ഈ 80 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. 80 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ നാട്ടുകാർക്ക് ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. നാട്ടുകാർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പണം കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചായിരുന്നു, അതിൽ ഈ പണം കൊടുക്കാനുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ CPM പ്രവർത്തകർ ഇവർക്കെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധത്തിൽ മനംനൊന്താണ് ഇതിൽ സംഘർഷം, ഒരു മാനസിക സംഘർഷത്തിലുണ്ടായി. അവർ വളരെയധികം മാനസിക സംഘർഷത്തിലായിരുന്നു. നേരത്തെയും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് സംബന്ധിച്ച് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ സാമ്പത്തികമായി ഈ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അവർ ഇന്നലെയൊക്കെ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. അത് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി CPM പ്രവർത്തകർക്കെതിരെ അതിൽ ഈ സൂചിപ്പിച്ചതുപോലെ ഈ ശ്രീജയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അതിൽ CPM എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായി, മക്കളുടെ വിദ്യാഭ്യാസത്തിനും, ഞാൻ മനസ്സിലാക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭർത്താവിൻ്റെ ചികിത്സയ്ക്കും അടക്കമുള്ള കാര്യങ്ങൾക്കായി അവർ വായ്പയെടുത്ത തുകയാണ്. ഒരു വായ്പ അടയ്ക്കാൻ കൂടുതൽ തുക എടുക്കേണ്ടി വന്നു. പക്ഷേ CPM എന്താണ് ഇവർക്കെതിരെ ഇത്ര വലിയ ആരോപണവുമായി ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി അവരെ അപമാനിക്കാൻ അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ ആ തലത്തിലേക്കൊക്കെ CPM നീങ്ങിയത് ഏത് സാഹചര്യത്തിലാണ്? ഒരുപക്ഷെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നതിനപ്പുറം ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ഒരു സംഘടന, CPM എന്ന സംഘടന വലിയ രീതിയിൽ ഒരു പരസ്യമായി അപമാനിക്കത്തക്ക തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയതിൽ ഒരുപക്ഷെ അതിൽ മനംതാണ് അതുകൂടി കണ്ടാണ് ഈ ആത്മഹത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വപ്ന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ ഈ നാട്ടുകാരിൽ നിന്നും ഈ ഇത്തരത്തിൽ ഈ സാമ്പത്തിക ബാധ്യതയും ഈ മൈക്രോ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് ഒരു 80 ലക്ഷത്തോളം രൂപ ഇവർ നൽകാനുണ്ടായിരുന്നു. അതിലാണ് ഈ CPM പ്രവർത്തകർ ഈ നാട്ടുകാർക്ക് നൽകാനുണ്ടായിരുന്ന തുകയെ ചൊല്ലിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ CPM അംഗങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അതിൽ മനംനൊന്താണ് ഈ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീജ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് ഈ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഇപ്പോൾ ഇവിടെ ശ്രീജയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം മൃതദേഹം വിട്ടു നൽകും. ഏതായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കോൺഗ്രസ് അംഗം ചേരുന്നുണ്ട്. ഈ പ്രധാനമായും എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് ഇപ്പോൾ നിലവിലൊരു പങ്കുണ്ടെന്ന് കരുതുന്നത്? ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതിന് കാരണം ഒരാൾ വ്യക്തിപരമായി അവരുടെ ആവശ്യത്തിന് പണം കടം വാങ്ങിച്ചു. അവർ വ്യക്തിപരമായി തന്നെ കടം തീർത്തുകൊള്ളാമെന്ന് കടം കൊടുത്ത ആളുകളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അവസാന അവധിയായി അവർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. അവർ അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ദൌത്യത്തിലായിരുന്നു. ഒരു വായ്പ തരപ്പെടുത്തുന്ന അവസാനഘട്ട നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. ആളുകളെല്ലാം തന്നെ അതിൽ സംതൃപ്തരുമായിരുന്നു. പക്ഷേ
CPM പണം തിരികെ കൊടുക്കുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ വിഷയത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പണം തിരികെ കൊടുത്ത് പ്രശ്നം തീർക്കുന്നത് CPMന് ഇഷ്ടമല്ലായിരുന്നു. ഈ പഞ്ചായത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള, ഏറ്റവും സജീവമായി വിഷയങ്ങളിൽ ഇടപെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രീമതി ശ്രീജ. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ 2 പ്രാവശ്യം മാത്രം ഞങ്ങൾ ജയിച്ചിട്ടുള്ള ഒരു വാർഡിൽ 400ഓളം വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തിലാണ് ശ്രീജ പഞ്ചായത്ത് മെമ്പറായത്. ആ ശ്രീജ വീണ്ടും പഞ്ചായത്തിലെ ഏതെങ്കിലും വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിക്കും എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഈ വിഷയം രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നത്. കാരണം എല്ലാവരും വ്യക്തിപരമായ കടബാധ്യതയുള്ളവരാണ്. ആ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടി സജീവമായി അവരിടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും പൈസ കടം കൊടുത്ത് തീർക്കുന്നത് ഇഷ്ടമില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി ശ്രീജയെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തവണ്ണം അപമാനിച്ചു എന്ന് ശ്രീജ തന്നെ ഇന്നലെ അവരുടെ ഭർത്താവിനോട് പലവട്ടം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് ഭർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ നാട്ടുകാർക്ക് 80 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ടായിരുന്നു എന്നൊരു ആരോപണമൊക്കെ ഈ ശ്രീജയ്ക്കെതിരെ ഉയരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ CPM നാട്ടുകാർക്ക് 80 ലക്ഷത്തോളം രൂപ കൊടുക്കാനുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇന്നുവരെ ഒരാൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അറിവനുസരിച്ച് 30 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള തുകയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അതിന് അവരുടെ വായ്പ തരപ്പെടുത്തി അവർ ആ പൈസ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ CPMകാർക്ക് പൈസ കൊടുക്കുന്നതല്ല വിഷയം. CPMന് സമരം നടത്തി പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റണം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി വിഷയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന CPMന് ഈ ഒരു കച്ചിത്തുരുമ്പ് എടുത്തുകൊണ്ട് സമരം നടത്തി രാഷ്ട്രീയ പ്രചരണം നടത്താനാണ് CPM ശ്രമിച്ചത്. അതിന് ഞങ്ങൾ അങ്ങനെ പറയുന്നതിന് വ്യക്തമായ കാരണം ശ്രീജ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് CPM കമ്മിറ്റി കൂടുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ കമ്മിറ്റി കൂടുന്നത്, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്, പോസ്റ്ററുകൾ പതിക്കുന്നത്, ഇന്നലെ സമരപ്രവർത്തനം നടത്തുന്നത്. അവിടെയും കട്ട മുതൽ തിരിച്ചു നൽകിയാൽ കള്ളിയല്ലാതാകുമോ എന്നതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ പണം തിരികെ കൊടുത്ത് പ്രശ്നം തീർക്കുന്നത് CPMന് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ് കട്ട മുതൽ അവരാരുടെയും പണം കട്ടതല്ല, അവർ വ്യക്തിപരമായി കടം വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ അവരുടെ ബന്ധുക്കൾ, അവരുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് അവർ പണം കടം വാങ്ങിയത്. ആ ആളുകൾ പണം തിരികെ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആണ് നിന്നത്. ഇവിടെ ആകെ 2 ആളുകൾ മാത്രമാണ് ഞങ്ങളുടെ അറിവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. മറ്റാളുകളൊന്നും തന്നെ പരാതി പോലും നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം അവരടുത്ത ബന്ധുക്കളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ആയതുകൊണ്ടാണ് അവരത്തരത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറാകാതെ ശ്രീജ പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെയും CPM പ്രവർത്തകരെയൊക്കെ പ്രതി ചേർക്കാന്ന് പോലീസ് സമ്മതിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റിനെയും CPMന്റെ നേതാക്കന്മാരെയും പ്രതി ചേർക്കണം എന്നതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവരുടെ പാർട്ടി നേതാക്കന്മാരും ഇന്നലെ നടത്തിയ പ്രസംഗം പോലീസ് പരിശോധിക്കണം. ആ പ്രസംഗത്തിൽ ശ്രീജയെക്കുറിച്ച് നടത്തിയ അനാവശ്യമായ പദപ്രയോഗങ്ങൾ അത് പോലീസ് അന്വേഷിക്കണം. അവരുടെ ഭർത്താവ് വളരെ വ്യക്തതയോടുകൂടി ആ ഒരു വിഷയം പറഞ്ഞിട്ടും അത് ആദ്യം FIR ഉൾപ്പെടുത്താത്ത പോലീസ് നടപടിക്കെതിരെയാണ് ഞങ്ങൾ രാവിലെ പ്രതിഷേധിച്ചത്. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് പോലീസ് അന്വേഷണം നടത്തി മാന്യമായി മാതൃകാപരമായി ഈ കുറ്റത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ, CPM നേതാക്കൾക്കെതിരെ കേസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തു തന്നില്ല എങ്കിൽ നിയമപരമായി നടത്തുവാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് നടത്തിയില്ല എങ്കിൽ അത് നടത്തിക്കിട്ടുന്നത് വരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള നേതാക്കന്മാരുടെ അടിയന്തരമായ കൂടിയാലോചനയിൽ തീരുമാനമായിട്ടുണ്ട്. അതാണ് സ്വപ്ന, പ്രധാനമായും ഇവര് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യത്തിനാണ് ശ്രീജ ഇത്തരത്തിൽ പണം വാങ്ങുന്നത്, അത് തിരിച്ചു നൽകാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആതിര, സ്വകാര്യ ആവശ്യത്തിനായി അവർ കടം വാങ്ങിയ പണം അവർ തിരിച്ചു നൽകാമെന്ന് പറയുന്നു. അത് ഇന്ന തീയതിക്കകം തിരിച്ച് മടക്കി നൽകാമെന്ന് പറയുമ്പോൾ കൂടിയും അതിനെയൊന്നും വകവയ്ക്കാതെ ഈ മുതൽ കട്ടതിന് ശേഷം അത് തിരിച്ചു കൊടുത്താൽ കള്ളിയല്ലാതാകുമോ, അങ്ങേയറ്റം മനസ്സിനെ നോവിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഒരുപക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM അടക്കം നടത്തിയെങ്കിൽ എന്ന് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു ആരോപണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അടക്കമെങ്കിലും ഇതുവരെ ആർക്കെങ്കിലും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ?
നിലവിൽ അവർക്കെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എഫ്ഐആറിൽ അവരുടെ പേരുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അസ്വാഭാവിക മരണത്തിന് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ എഫ്ഐആറിൽ ഇവരുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റേത് ഉൾപ്പെടെ പേര് ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വരും മണിക്കൂറുകളിലായിരിക്കും അത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. ഏതായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന അവരുടെ പ്രസംഗങ്ങൾ പരിശോധിക്കണമെന്നാണ് പ്രധാനമായും ഈ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. നിലവിൽ മൃതദേഹം ഇപ്പോൾ ഈ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ തന്നെ അതിനുശേഷമായിരിക്കും ഉണ്ടാകുക. പക്ഷേ നിലവിൽ ആരെയും എഫ്ഐആറിൽ പ്രതിഷേധിച്ചിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് ആര്യനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് മുൻപും ഈ ശ്രീജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വളരെ മുൻപ് തന്നെ ഒരുപക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള മാനസിക പീഡനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്നോ ഒക്കെ അവർ നേരിട്ടിരുന്നു. അവർക്കത് താങ്ങാവുന്നതിനപ്പുറമായതുകൊണ്ടാണ് രണ്ടാമത് ഒരു ശ്രമം നടത്തി അവർ മരണത്തിലേക്ക് നീങ്ങിയത്. അപ്പോൾ വളരെ ഏറെക്കാലമായി ഇത്തരത്തിലുള്ള ഒരു മാനസികമായ പീഡനം ശ്രീജ അനുഭവിച്ചിരുന്നു എന്നാണോ? അവർ നേരത്തെയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഇവർ സ്വകാര്യ ആവശ്യത്തിന് ഇത്തരത്തിൽ വലിയൊരു 30 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇത്തരത്തിൽ 30 ലക്ഷത്തോളം രൂപ ഇവർ വാങ്ങിയിട്ടുണ്ട് പലരിൽ നിന്നായും. ആ ഒരു സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് അത് വലിയ രീതിയിലുള്ളൊരു മാനസിക സംഘർഷത്തിലേക്കൊക്കെ ഇവർ കടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ നേരത്തെയും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പ്രതിഷേധത്തിന്റെയോ മറ്റോ സൂചനകളൊന്നും തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിരുന്നില്ല. മറിച്ച് ഈ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ പെട്ടെന്ന് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിക്കുകയും മറ്റു തരത്തിലുള്ള പ്രതിഷേധ നടപടികൾ സ്വീകരിക്കുകയും വ്യക്തിപരമായി ഇവരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. ഇപ്പോൾ അവരുടെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റുകയാണ്. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന ആംബുലൻസിൽ കയറ്റുകയാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരിക. ഏതായാലും മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഈ CPM പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിരുന്നതായി കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നില്ല. മറിച്ച് ഈ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ആരോപണവുമായി ഇവർ രംഗത്തെത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം. ഭർത്താവ് ഉൾപ്പെടെ ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആരോപണങ്ങളും വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള വാക്പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഭാര്യയുടെ മരണത്തിന് കാരണം ഈ CPM പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന് ഭർത്താവ് ഉൾപ്പെടെ പറഞ്ഞിട്ടും ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഏതായാലും നിലവിൽ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വപ്ന, ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം CPM-നെതിരെ വലിയ രീതിയിൽ ആരോപണവുമായി കുടുംബം രംഗത്ത് എത്തിയിരിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളിൽ മനം നൊന്താണ് ശ്രീജ ജീവൻ ഒടുക്കിയത് എന്നാണ് ഭർത്താവ് നൽകുന്ന വിശദീകരണം. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കണം എന്നതടക്കമുള്ള നടപടികൾ ആവശ്യപ്പെട്ട് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തുണ്ട്.